നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസേർട്ട് ടാബിനകത്തുള്ള പിവറ്റ് ടേബിളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ് നമ്മൾ പറഞ്ഞു. ഇൻസേർട്ട് ടാബിൽ വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പിവറ്റ് ടേബിൾ ഉണ്ട്, പിന്നെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഇല്ലുസ്ട്രേഷൻസിനകത്ത് വരുന്നത് പിക്ചർ, ക്ലിപ്പ് ആർട്ട്, ഷേപ്സ്, സ്മാർട്ട് ആർട്ടാണ്. പിന്നെ വരുന്നത് ചാർട്ടാണ്. ചാർട്ട് ഗ്രൂപ്പിൽ വരുന്ന പല ടൈപ്പ് ഓഫ് ചാർട്ടുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഏരിയ, സ്കാറ്റർ, അങ്ങനെ പല രീതിയിലുള്ള ചാർട്ടുകളുണ്ട്. പിന്നെ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ മറ്റൊരു പേജുമായിട്ടോ ഡോക്യുമെന്റുമായിട്ടോ ഒക്കെ ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ടെക്സ്റ്റ് ഗ്രൂപ്പാണ്. ടെക്സ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഹെഡർ ആൻഡ് ഫൂട്ടർ ഉണ്ട്, വേർഡ് ആർട്ട് ഉണ്ട്, സിഗ്നേച്ചർ ലൈൻ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, സിമ്പിൾസ് ഉണ്ട്. ഇത്രയുമാണ് ഇൻസേർട്ടിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഹൈപ്പർ ലിങ്ക്, ടെക്സ്റ്റ് ബോക്സ് ഒന്നും പറയുന്നില്ല, കാരണം ഇതെല്ലാം നമ്മൾ വേർഡിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് എക്സലിലും വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ബാക്കി ടാബുകളിൽ ഇനി പറയാനുള്ളത് പറഞ്ഞു. ഇപ്പം ഞാൻ ഏതെങ്കിലും വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഓർമ്മിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകൾ എടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞാൽ മതി, കമൻറ്റിൽ പറയുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സുകൾ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി ഇൻസേർട്ട് ടാബ് കഴിഞ്ഞാൽ വരുന്നത് പേജ് ലേഔട്ട് ടാബാണ്. അപ്പോൾ പേജ് ലേഔട്ടിൽ ആദ്യമേ വരുന്നത് തീംസ് ആണ്. ഇതെല്ലാം നമ്മൾ വേൾഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. തീംസിൽ കളറ്, ഫോണ്ട്, എഫക്റ്റ്, അതായത് പേജിന്റെ കളറ്, ഫോണ്ട്, എഫക്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീംസ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ട് പേജ് ലേഔട്ടിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പേജ് സെറ്റപ്പ് ആണ്. പേജ് സെറ്റപ്പിനകത്ത് വരുന്നത് മാർജിൻസ് ആണ്. മാർജിൻസിൽ വരുന്നത് നോർമൽ, വൈഡ്, നാരോ എന്നീ ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ കസ്റ്റം മാർജിൻ ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം വരുന്നത് പേജ് ലേഔട്ടിൽ വരുന്ന പേജ് സെറ്റപ്പിനകത്ത് വരുന്ന രണ്ടാമത്തേന്ന് പറയുന്നത് ഓറിയന്റേഷൻ ആണ്. ഓറിയന്റേഷൻ 2 ടൈപ്പ് ഉണ്ട്, പോർട്രേറ്റും ഉണ്ട്, ലാൻഡ്സ്കേപ്പും ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉണ്ടോ, ഇതുപോലെ ഇങ്ങനെ ലൈൻ വരും. ഇതാണെന്നുണ്ടെങ്കിൽ പോർട്രേറ്റ് ഓറിയന്റേഷനും, ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി വിട്ടുകൂടിയിട്ട് വരും. അപ്പം ഓറിയന്റേഷൻ 2 ടൈപ്പാണ്. നമ്മൾ വേൾഡിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും. പിന്നെ വരുന്നത് സൈസ് ആണ്. സൈസിൽ വരുന്നത് ലെറ്റർ സ്മോള്, ടാബ്ലോയിഡ്, ലെഡ്ജർ, ലീഗൽ, സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ്, A3, A4 ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് സൈസിൽ വരുന്നുണ്ട്. പിന്നെ പേജ് സെറ്റപ്പിനകത്ത് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രിന്റ് ഏരിയ, ബ്രേക്ക്, ബാക്ക്ഗ്രൗണ്ട്, പ്രിന്റ് ടൈറ്റിൽസ്, ഇത്രയും ഓപ്ഷൻസ് ആണ് പേജ് സെറ്റപ്പിനകത്ത് വരുന്നത്. പിന്നെ ഇതിലുള്ളത് സ്കെയിൽ ടു ഫിറ്റ് ആണ്. ഇതിൽ വിഡ്ത്ത്, ഹൈറ്റ്, സ്കെയില് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഷീറ്റ് ഓപ്ഷൻസ് ആണ്. അത് എങ്ങനെ വ്യൂ ചെയ്യണം, ഗ്രിഡ് ലൈൻസ് വ്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ഗ്രിഡ് ലൈൻസ് പ്രിന്റ് ചെയ്യുമ്പോൾ വേണോ, അല്ലെങ്കിൽ ഹെഡിങ് വ്യൂ ചെയ്യണോ, പ്രിന്റ് ചെയ്യുമ്പോൾ വേണോ, ഇതൊക്കെയാണ് ഷീറ്റ് ഓപ്ഷൻസിനകത്ത് വരുന്നത്. പിന്നെ ലാസ്റ്റ് ഉള്ള ഒരെണ്ണം എന്ന് പറയുന്നത് അറേഞ്ച് ആണ്. അപ്പോൾ ഇത്രയുമാണ് പേജ് ലേഔട്ടിനകത്ത് വരുന്നത്. ഒന്നും അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ടാബ് എന്ന് പറയുന്നത് ഫോർമുല ടാബാണ്. ഫോർമുലാസിൽ വരുന്നത് ആദ്യത്തെ ഫംഗ്ഷൻ ലൈബ്രറിയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ലൈബ്രറിയിലാണ് നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം ഓരോ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമേ എന്താണ്, ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോസം, നമ്മൾ ഹോം ടാബിനകത്ത് നമ്മൾ ഓട്ടോസം പറഞ്ഞിരുന്നു ഇവിടെ. അതുപോലെ തന്നെ ഓട്ടോസം ഫീച്ചർ എവിടെയുമുണ്ട്, ഫോർമുലാസിലുമുണ്ട്. ഓട്ടോസമ്മിൽ വരുന്നത് ഏതൊക്കെയാണ്, സമ്മ്, ആവറേജ്, കൗണ്ട്, മാക്സ്, മിൻ, ഇത്രയുമാണ് ഓട്ടോസം ബട്ടണിൽ വരുന്നത്. പിന്നെ ഉള്ളത് റീസെൻ്റ്ലി യൂസ്ഡ്. ഇതിനകത്ത് നമ്മൾ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതാണ് ഈ റീസെൻ്റ്ലി യൂസ്ഡിനകത്ത് വരുന്നത്. പിന്നെ അടുത്ത ഓപ്ഷൻ ഫിനാൻഷ്യൽ ആണ്. ഇതിനകത്ത് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആണ് ഫിനാൻഷ്യലിൽ വരുന്നത്. പിന്നെ അടുത്ത ലോജിക്കലാണ്. ലോജിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആൻഡ്, ഇഫ്, നോട്ട്, ഓർ ഇതൊക്കെയാണ് ലോജിക്കൽ ഫങ്ഷൻസ് വരുന്നത്. ഈ ലോജിക്കൽ ഫങ്ഷൻസിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. ഫങ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ലോജിക്കൽ ഫങ്ഷൻസും പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. അടുത്തെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഫങ്ഷൻസ് ആണ്. ടെക്സ്റ്റ് ഫങ്ഷൻസിൽ വരുന്നത് ക്യാർ, ക്ലീന്, കോഡ്, കോൺകാറ്റിനേറ്റ്, ടെക്സ്റ്റ് ഫങ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഉള്ള അടുത്തെന്ന് പറഞ്ഞാൽ ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഡേറ്റ്, ഈ ഡേറ്റ്, ഈ മന്ത്, അവർ, മിനിറ്റ്, നൗ ഇതൊക്കെയാണ് നമ്മുടെ ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷനിൽ വരുന്നത്. അപ്പം ഇതിൽ നൗ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നൗ ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ നൗ കൊടുത്തു കഴിഞ്ഞിട്ട്
ഇവിടെ ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ആർഗ്യുമെന്റ് ഓക്കെ കൊടുക്കുക. ദിസ് ഫംഗ്ഷൻ ടേക്സ് നോ ആർഗ്യുമെന്റ്, ഇതിന് ആർഗ്യുമെന്റ് ഒന്നും വേണ്ട. ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ചോദിക്കും. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഏതാണ്? നൗ ഫംഗ്ഷൻ. അല്ലെങ്കിൽ നൗ ഫംഗ്ഷൻ എന്താണ് ഡിസ്പ്ലേ ചെയ്യുന്നത്? ഇപ്പൊ നമ്മുടെ കറണ്ട് ഡേറ്റ്, ഇപ്പോഴത്തെ ഡേറ്റ് ഏതാണ്, അതുപോലെ തന്നെ അതിന്റെ ടൈം ഏതാണ്, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? നൗ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നൗ ഫംഗ്ഷൻ ഡിസ്പ്ലേ ചെയ്ത് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം കണ്ടു. അപ്പൊ നമ്മൾ നൗ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ഡേറ്റും വന്നു, അതുപോലെ തന്നെ ടൈമും വന്നു. ഇനി അതുപോലെ തന്നെ ഡേറ്റ് ഫംഗ്ഷൻ ഉണ്ട്. ഡേറ്റ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, നമുക്ക് ഇയർ കൊടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇയർ കൊടുത്തു. ഇപ്പം 2004 കൊടുത്തു. മന്ത് കൊടുക്കുക, ഏതെങ്കിലും ഒരു മാസം കൊടുക്കുക. ഞാൻ 9 കൊടുത്തു. ഡേറ്റ് കൊടുക്കുക. ഡേ എന്ന് പറയുന്നത് 8 കൊടുത്തു. 8 കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ഡേറ്റ് കിട്ടും. ഇതാണ് ഡേറ്റ് ഫംഗ്ഷൻ. ഇതെന്ന് പറയുന്നത് എന്താണ്? നൗ ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് ഒരു ഫംഗ്ഷന് ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ടുഡേ എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊടുക്കുക. ടുഡേ കൊടുക്കുമ്പോൾ ഇതിനകത്തുണ്ട് ഇതിനകത്തും ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് എന്തെടുക്കുക? ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ഇന്നത്തെ ഡേറ്റ് മാത്രം. അപ്പം ഈ നൗവും ടുഡേയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നൗ എന്താണ്? കറണ്ട് ഇന്നത്തെ ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യും. ടുഡേ എന്ന് പറയുന്നത് ഡേറ്റ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇതിനകത്ത് വരുന്നത് ലുക്കപ്പ് ആൻഡ് റെഫറൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാത്ത് ആൻഡ് ട്രിഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മോർ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ലൈബ്രറിയിൽ മെയിനായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റീസെൻ്റ്ലി യൂസ്ഡ്, ഓട്ടോ സം, ഫിനാൻഷ്യലി, ലോജിക്കലി, ടെക്സ്റ്റ് ആൻഡ് ഡേറ്റ് ഫംഗ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡിഫൈൻ നെയിമാണ്. ഡിഫൈൻഡ് നെയിം, ഇതിൽ നെയിം മാനേജർ ഉണ്ട്, ഡിഫൈൻ നെയിം ഉണ്ട്, യൂസ് ഇൻ ഫോർമുല ഉണ്ട്, ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ഉണ്ട്. അപ്പം ഈ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഫോർമുലാസിൽ, ഇത് ശ്രദ്ധിക്കണം, ഫോർമുലാസിലാണ് ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഇപ്പം നമുക്കൊരു സെൽ റേഞ്ചിന് പേര് കൊടുക്കണം. അതായത് ഒരു റേഞ്ച് ഓഫ് സെല്ല് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും കാൽക്കുലേഷനോ ഫംഗ്ഷനിലകത്തൊക്കെ നമുക്കൊരു റേഞ്ച് ഓഫ് സെല്ല്, ഇവിടെ കുറച്ച് വാല്യൂസ് ഉണ്ട്, ഈ ഒരു റേഞ്ചിൽ കുറച്ച് വാല്യൂസ് ഉണ്ട്. അപ്പം ഈ ഒരു ഇത്രയും സെൽസിനെ നമുക്ക് പിന്നീട് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊരു പേര് കൊടുത്ത് ഇതിനെ സേവ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിഫൈൻ നെയിം എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇവിടെ ഇത്രയും ഈ സെൽസിനകത്ത് വാല്യൂസ് കൊടുത്തു. ഞാൻ ഇതിപ്പോൾ ഇത് ഇത്രയും സെലക്ട് ചെയ്തു. ഇതെന്ന് പറയുന്നത് എവിടെ മുതലാണ്? ഈ സെൽ ഏതാണ്? C5 ആണ്. ഇതെന്ന് പറയുന്നത് ഏതാണ്? D6 ആണ്. അപ്പോൾ C5 മുതൽ D6 വരെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിനുശേഷം ഡിഫൈൻ നെയിം എന്ന ബോക്സ് എടുത്തു. ഡിഫൈൻ നെയിം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ന്യൂ നെയിം ബോക്സ് വന്നു. ഇവിടെ നമുക്ക് ആ ഒരു റേഞ്ചിന് കൊടുക്കേണ്ട പേര് കൊടുക്കാം. അപ്പോൾ റേഞ്ചിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ A to Z, സ്മോൾ ലെറ്റർ A to Z, നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഫസ്റ്റ് പക്ഷേ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ @, _ ഒക്കെ നമുക്ക് നെയിമിൽ യൂസ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുകിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ക്യാരക്ടർ ഒക്കെ ആയിരിക്കണം ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു VBC എന്നൊരു നെയിം കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ, ആ ഒരു റേഞ്ചിന് നമ്മളിപ്പോൾ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ആ സെല്ലിൻ്റെ നെയിം ആയിരിക്കും നമ്മുടെ നെയിം ബോക്സിൽ വരുന്നത്. പക്ഷേ നമ്മളൊരു റേഞ്ച് ഓഫ് സെല്ലിനൊരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നെയിം ബോക്സിനകത്ത് ആ റേഞ്ച് ഓഫ് സെല്ലിന് നമ്മൾ കൊടുത്ത നെയിം ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ഇവിടെ കണ്ടോ G3 ആണ്. പക്ഷെ നമ്മൾ എപ്പോൾ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് സെലക്ട് ചെയ്യുന്നോ ആ VBC എന്ന് പറയുന്ന നെയിം ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് നമുക്ക് ഏതെങ്കിലും ഫോർമുലയിലോ എവിടെയെങ്കിലും ഇത് യൂസ് ചെയ്യണമെങ്കിൽ കണ്ടോ, യൂസ് ഇൻ ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും റേഞ്ചിന് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നെയിംസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ASSZും VBC എന്ന് പറയുന്ന 2 നെയിംസ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ 2 റേഞ്ച് ഓഫ് സെല്ലിന് നെയിം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ഇത് ഏതെങ്കിലും ഫോർമുലയിൽ ഈ ഒരു റേഞ്ച് ഓഫ് സെല്ല് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നെയിം കൊടുത്താൽ മതി, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഫ്രം സെലക്ഷൻ ആണ്. സെലക്ഷനിൽ നിന്നും ഡിഫൈൻ നെയിം കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നത് ഫോർമുല ഓഡിറ്റിംഗ് ആണ്. ഫോർമുല ഓഡിറ്റിങ്ങിൽ ട്രേസ് പ്രെസിഡൻസ്, ട്രേസ് ഡിപ്പെൻഡൻസ്, റിമൂവ് ആരോസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും അത്ര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നമുക്കിപ്പോൾ ഇതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ കാൽക്കുലേഷൻ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്.
അപ്പോൾ ഇത്രയുമാണ് ഫോർമുലാസിൽ വരുന്നത്. പിന്നെ വരുന്നത് ഡേറ്റ ആണ്. ഡേറ്റയ്ക്ക് അകത്ത് വരുന്നത് എക്സ്റ്റേണൽ ഡേറ്റ ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്, പിന്നെ സോർട്ട് ഉണ്ട്. അപ്പം ഡേറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാം, സോർട്ട് ചെയ്യാം. A to Z അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ സോർട്ട് ചെയ്യാം. പിന്നെ ഫിൽട്ടർ ഓപ്ഷൻ ഉണ്ട്. സോർട്ട് ആൻഡ് ഫിൽട്ടറിൽ ഇതാണ് വരുന്നത്. പിന്നുള്ളത് ഡേറ്റ ടൂൾസ് ആണ്. പിന്നുള്ളത് ഔട്ട്ലൈൻ ആണ്. പിന്നെ അടുത്ത വരുന്നത് റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബ് ഇതെല്ലാം നമ്മൾ വേർഡിനകത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എന്താ, സ്പെല്ലിംഗ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, തെഷീസ്, ട്രാൻസ്ലേറ്റ്, പിന്നെ പ്രൊട്ടക്റ്റ്. നമ്മൾ പ്രൊട്ടക്റ്റ് ഡോക്യുമെന്റ് പഠിച്ച പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഷീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാം. പ്രൊട്ടക്റ്റ് ഷീറ്റും ഉണ്ട്, പ്രൊട്ടക്റ്റ് വർക്ക് ബുക്കും ഉണ്ട്. പിന്നെ ലാസ്റ്റ് ടാബ് എന്ന് പറയുന്നത് വ്യൂ ടാബാണ്. വ്യൂ ടാബിനകത്ത് വരുന്നത് വർക്ക് ബുക്ക് വ്യൂസ്. ഇതിൽ ഏതൊക്കെയാണ് വർക്ക് ബുക്ക് വ്യൂസ് വരുന്നത്? നോർമൽ വ്യൂ ഉണ്ട്, പേജ് ലേഔട്ട് ഉണ്ട്, പേജ് ബ്രേക്ക് പ്രിവ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കസ്റ്റം വ്യൂ ഉണ്ട്, ഫുൾ സ്ക്രീൻ ഉണ്ട്. അപ്പോൾ വ്യൂസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. നോർമൽ, പേജ് ലേഔട്ട്, പേജ് ബ്രേക്ക് പ്രിവ്യൂ, കസ്റ്റം വ്യൂ ആൻഡ് ഫുൾ സ്ക്രീൻ ഉണ്ട്. പിന്നെ ഷോ ആൻഡ് ഹൈഡ് ഉണ്ട്. പിന്നെ സൂം ആണ്. സൂമിൽ വരുന്നത് സൂം ഓപ്ഷൻസ്, സൂം സെലക്ഷൻ ഉണ്ട്. ഇപ്പം 100% ഉണ്ട്. അതുപോലെ തന്നെ സൂം, നമുക്ക് സൂം ഇന്നും സൂം ഔട്ടും ഉണ്ട്. അപ്പം നമ്മൾ വേർഡിനകത്ത് പഠിച്ചിട്ടുണ്ട് സൂം മിനിമം സൂം എത്രയാണ്, മാക്സിമം സൂം എത്രയാണ്, നമ്മൾ വേർഡിനകത്ത് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം വേർഡിനകത്ത് മിനിമം എന്ന് പറയുന്നത് 10%, മാക്സിമം എന്ന് പറയുന്നത് 500%. അപ്പോൾ ഇതിനകത്ത് എക്സലിനകത്ത് ഒരു ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ക്ലാസ്സിൽ. എക്സലിനകത്ത് മിനിമം സൂം എന്ന് പറയുന്നത്, സൂം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10% ആണ്. ഇപ്പം നോക്കി, ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എത്രയാണ്, 10% ആണ് മിനിമം സൂം പെർസെൻറ്റേജ്. മാക്സിമം എന്ന് പറയുന്നത് 400% ആണ്. ഉണ്ടോ, 400% ആണ് മാക്സിമം എന്ന് പറയുന്നത്. മിനിമം 10% ആണ്. വേർഡിനകത്താണെന്നുണ്ടെങ്കിൽ മിനിമം 10% തന്നെയാണ്, പക്ഷേ മാക്സിമം എന്ന് പറയുന്നത് 500% ആണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇത് തിരിഞ്ഞു പോകല്. എക്സലിനകത്ത് 400 ആണ് മാക്സിമം, വേർഡിനകത്ത് 500 ആണ് മാക്സിമം. പിന്നെ ഇതിനകത്ത് വിൻഡോ ഉണ്ട്. ഇവിടെ ന്യൂ വിൻഡോ, അറേഞ്ച് ആൾ, ഫ്രീ സ്പാൻ ഉണ്ട്. പിന്നെ മാക്രോസ് ഉണ്ട്. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ്. അപ്പോൾ ഇതിൽ വേർഡിൽ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എക്സൽ നമുക്ക് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ടോപ്പിക് ഏതെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് നമുക്ക് ക്ലാസ് എടുക്കാം. ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് എക്സലിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സലിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പവർ പോയിന്റിലേക്ക് പോകാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സലിൻ്റെ ക്ലാസ്സുകൾ ഇപ്പം നമുക്ക് തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ PDF നോട്ട്സ് ഉടൻ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകുക. താങ്ക്